17 വർഷമായി ഇതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ നല്ലതും ചീത്തയായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും, ജീവിതാനുഭവങ്ങളുണ്ടാവും, നമ്മൾ വ്യക്തിപരമായ അനുഭവങ്ങളുണ്ടാവും. ഈ അനുഭവങ്ങളാണ് എന്നെ BJPയിലേക്ക് എത്തിച്ചത് എന്ന് പറയാം. ലഹരി സംഘങ്ങൾക്കെതിരെ ഞാൻ ഇടപെടാൻ വേണ്ടി പാർട്ടി ചുമതലപ്പെടുത്തിൻ്റെ ഭാഗമായി ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കറിയില്ലായിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ ചില CPM നേതാക്കന്മാർക്ക് കൂടി ഈ ആളുകളുമായി ബന്ധമുണ്ട്. എന്നെ വ്യക്തിപരമായി ആക്രമിക്കാൻ ഒന്നുമില്ല, എന്തെങ്കിലും ഒരു അലിഗേഷനോ ആരോപണമോ ഒന്നും കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞില്ല. ആകെ ഇവർക്ക് ഒരുപാട് ഇവർ റിസർച്ച് ചെയ്ത് അവരെല്ലാം കൂടി എടുത്തുകൊണ്ട് വന്ന ഒരു ഉപാധി എന്ന് പറയുന്നത് ഒരു വീഡിയോ ആണ്. CPMൻ്റെ ചില നേതാക്കന്മാരുടെ ഒരു രീതി എന്ന് പറയുന്നത് അത് ഇപ്പം എനിക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നത്, അവൻ ഇതിനകത്ത് നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പാടില്ല, ഇത് വിട്ടുപോയി വേറൊരിടത്തും രക്ഷപ്പെടാൻ പാടില്ല, എന്നും ഇവനെ ഞങ്ങൾ ഉണ്ടാക്കിയ നുണക്കഥ പിന്തുടരണം. എൻ്റെ മാതാപിതാക്കളെ അധിക്ഷേപിക്കുന്നത് അവർ നിർത്തണം. എന്നെ നിങ്ങൾ എത്ര വേണമെങ്കിൽ അധിക്ഷേപിച്ചുകൊള്ളൂ, കാരണം CPMൽ നിന്ന് ഈ അധിക്ഷേപങ്ങൾ കേട്ട് തൊലിക്കെട്ടി എനിക്ക് നന്ദോണമുണ്ട്. നിലവിലെ SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അർദ്ധനഗ്നനായി നിന്ന് തുണിയില്ലാതെ നിന്ന് മദ്യപിക്കുന്നൊരു വീഡിയോ എല്ലാ മാധ്യമങ്ങളും ബ്രേക്ക് ചെയ്തു. SFIയുടെ തിരുവനന്തപുരത്തെ ജില്ലാ സഹഭാരവാഹി ആയിട്ടുള്ള ഒരാൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന വീഡിയോ മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്തു. എന്താ CPM ചെയ്തത്? നമസ്കാരം. ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ SFIക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു സഖാവ് പെട്ടെന്ന് BJPക്കാരനാകുന്നു. SFIയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്ന ശ്രീ ഗോകുൽ ഗോപിനാഥ് ഇന്ന് BJP സഹയാത്രികനാണ്. അദ്ദേഹമാണ് ഇന്ന് മറുനാടനൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് BJPയിലേക്ക് എത്തിച്ചേരുന്നത്? എങ്ങനെയാണ് അത്തരത്തിലൊരു തീരുമാനമെടുക്കാനുള്ള കാരണം എങ്ങനെയാണ് ഉണ്ടായത്? പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പുതിയ കാലഘട്ടത്തിലെ രാഷ്ട്രീയം അത് BJP ആണ് ശരി പറയുന്നത് എന്നതുകൊണ്ടാണ്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എല്ലാ കാലവും എൻ്റെ ഈ പ്രായം വരെയും എപ്പോഴും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ മുന്നേറ്റങ്ങളെയും നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഈ കാലഘട്ടത്തിലെ രാജ്യത്തെ മനുഷ്യർക്ക്, രാജ്യത്തെ എല്ലാ തലങ്ങളിലുമുള്ള പ്രക്രിയകൾക്ക് ഏറ്റവും അനുയോജ്യമായ രാഷ്ട്രീയം നാടിൻ്റെ മുന്നേറ്റത്തിന്, ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന്, നമ്മുടെ രാജ്യത്തിലെ വൈവിധ്യത്തിൻ്റെ നിലനിൽപ്പിന്, അതിൻ്റെ ഒരു ബഹുസ്വരതയ്ക്ക്, ഇതിനെല്ലാം BJP ആണ് ശരിയുടെ രാഷ്ട്രീയം പറയുന്നത് എന്ന് എൻ്റെ ബോധ്യത്തിൽ നിന്നാണ് നിങ്ങൾ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു BJPക്കാരനായി ഞാൻ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. എത്ര വർഷം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും തുടക്കത്തിൽ ബാലസംഘത്തിൽ നിന്നാണ് ഞാൻ SFIയിലും DYFIയിലും CPMലൊക്കെ ഒരു പ്രവർത്തകനായി എൻ്റെ ജീവിതം മുന്നോട്ട് പോയത്. എൻ്റെ ഓർമ്മയിൽ ഒരു 9-10 വയസ്സ് മുതൽ, കാരണം 10ാമത്തെ വയസ്സിൽ ഞാൻ ബാലസംഘത്തിൻ്റെ എൻ്റെ വീടിരിക്കുന്ന ഈ പ്രദേശത്തെ കുടപ്പനക്കുന്നാണ് എൻ്റെ പ്രദേശത്തിൻ്റെ പേര്. ഈ പ്രദേശത്തെ വില്ലേജ് സെക്രട്ടറിയായി. അപ്പോൾ അന്ന് സെക്രട്ടറിയായി എന്ന് പറഞ്ഞാൽ സെക്രട്ടറി എന്താണെന്ന് പോലും അറിയാത്തൊരു പ്രായത്തിലാണ് സെക്രട്ടറി. ബാലസംഘത്തിൻ്റെ ആണല്ലോ, കുഞ്ഞുങ്ങളുടെ സംഘടനയുടെ ആണല്ലോ. അവിടെ നിന്ന് SFIയുടെ ലോക്കൽ കമ്മിറ്റിയുടെയും ഏരിയ കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും ഒക്കെ കമ്മിറ്റി അംഗം മുതൽ ഭാരവാഹിത്വമാണ്. ഞാൻ SFIയുടെ പ്രാദേശിക യൂണിറ്റ് കമ്മിറ്റി മെമ്പർ തൊട്ട് SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരെ എത്തുമ്പോൾ എല്ലാ സ്ഥാനങ്ങളിലും ഇരുന്നാണ് എത്തിയത്. എവിടെയെങ്കിലും കോപ്റ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇന്നതായതുകൊണ്ട് അവിടെ എടുക്കുകയോ ചെയ്യുന്ന ഒരു പ്രക്രിയയിലൂടെയല്ല ഞാൻ SFIയുടെ നേതൃത്വത്തിൽ വന്നത്. യൂണിറ്റ് പ്രദേശത്തെ യൂണിറ്റ് മെമ്പർ തൊട്ട് എല്ലാ സംഘടനാ ചുമതലകളിലും ഇരുന്നാണ് SFIയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായി എന്നെ തിരഞ്ഞെടുത്ത സാഹചര്യം അന്നുണ്ടായത്. എത്ര വർഷം CPMൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ ചെങ്കൊടി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് ചോദിച്ചാൽ 17 വർഷം. കാരണം എനിക്കിന്ന് 27 എൻ്റെ വയസ്സ്. അപ്പോൾ 10 മുതൽ 17 വർഷം കൂട്ടിയാൽ 27 വയസ്സ് എനിക്കുണ്ട്. ആ എൻ്റെ 27 വയസ്സിലെ ജീവിതത്തിലാണ് 17 വർഷം എൻ്റെ ഓർമ്മയിൽ ഞാൻ CPMൻ്റെയും SFIയുടെയും DYFIയുടെയും ബാലസംഘത്തിൻ്റെയും ഒക്കെ സജീവ പ്രവർത്തകനായത്. പിന്നെ ജന്മന കുടുംബം കമ്മ്യൂണിസ്റ്റാണ്. നമ്മുടെ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഈ 10 വയസ്സ് മുതലാണ് സജീവമായി നമ്മൾ പ്രവർത്തിക്കാനും പരിപാടികളിൽ പങ്കെടുക്കാനും ചുമതലകൾ വഹിക്കാനൊക്കെ തുടങ്ങിയത്. ഏതൊക്കെ പദവികൾ ഈ പാർട്ടിയിൽ അലങ്കരിച്ചിട്ടുണ്ട്? CPMൽ അലങ്കരിച്ച പദവികളെന്ന് പറയുന്നത് CPMൻ്റെ കുടപ്പനക്കുന്ന് ലോക്കൽ കമ്മിറ്റി മെമ്പർ, പിന്നെ എൻ്റെ നാട്ടിലെ മണ്ണടി എന്നാണ് എൻ്റെ നാടിൻ്റെ പേര്, അമ്പലമുക്ക് മണ്ണടിയിലെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി,
SFIയിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരെയുള്ള എല്ലാ പദവികളും, എല്ലാ ചുമതലകളിലും ഞാൻ ഇരുന്നിട്ടുണ്ട്. DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ചു. ബാലസംഘത്തിൻ്റെ ചുമതലകൾ വഹിച്ചു. കേരള സർവകലാശാലയുടെ വിദ്യാർത്ഥി പ്രതിനിധികളായി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ 2016 ശ്രീ പിണറായി വിജയൻ അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായതിനു മുമ്പ് AKG സെൻറ്റർ ഡയറക്റ്റായിട്ട് നിയന്ത്രിക്കുന്ന, പിണറായിക്ക് മാത്രം നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഒരു സംഘം, ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിലവിൽ ശ്രീ പിണറായി വിജയൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മേജർ ദിനേശ് ഭാസ്കറാണ് എൻ്റെ കൺവീനറായിരുന്നത്. ആ ഒരു മീഡിയ വാർ റൂമിൻ്റെ ഭാഗമായി കൂടി 2016 മുതൽ പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. SFIയുടെ സംസ്ഥാന തലത്തിലുള്ള നവമാധ്യമത്തിൻ്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ചുമതലകൾ, പിന്നെ സർവകലാശാല കലോത്സവങ്ങളിലും സർവകലാശാലകളുടെയൊക്കെ ചുമതലകൾ, SFIയുടെ സംസ്ഥാന ഭാരവാഹി എന്ന രീതിയിലുള്ള കൺവീനർ ചുമതലകൾ കേരള സർവകലാശാല, അതുപോലെ തന്നെ കേരള സാങ്കേതിക സർവകലാശാല, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സർവകലാശാല പോലെ ഉള്ള സർവകലാശാലകളുടെയൊക്കെ SFI ചുമതലകൾ വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു തിരിച്ചറിവിന് ശേഷമാണ് ഈ ഒരു BJPയിലേക്ക് ചേരുന്നത് എന്ന് പറഞ്ഞു. ആ ഒരു തിരിച്ചറിവ് സത്യത്തിൽ എന്തായിരുന്നു? ആ തിരിച്ചറിവെന്ന് പറയുന്നത് അത് രാഷ്ട്രീയമാണ്. ഒന്നാമത്തത്, നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നത് എപ്പോഴും നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ്. കാരണം ഞാൻ എൻ്റെ പ്രായം പറഞ്ഞല്ലോ, ഈ പ്രായത്തിൻ്റെ ഇടയിൽ എനിക്ക് പ്രത്യേകമായിട്ട് ഒരു ന്യൂട്രൽ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയത്തെയും വീക്ഷിക്കാനും എല്ലാ രാഷ്ട്രീയത്തെയും കുറിച്ച് പഠിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനൊന്നും എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിത പശ്ചാത്തലത്തിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച് ജീവിതം പ്രായമേറുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് പറ്റി, നമ്മൾ ഈ സംഘടനകളുടെയൊക്കെ ഭാഗമായി, ഞാൻ നേരത്തെ BJPയിൽ ചേരുന്ന അവസരത്തിൽ മാധ്യമങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചപ്പോഴും ഞാനത് ബോധപൂർവം പറഞ്ഞു തന്നെയാണ്. കാരണം ഞാൻ മനഃപൂർവ്വം പോയി നാളെ എനിക്ക് CPMൽ പ്രവർത്തിക്കാം, നാളെ എനിക്ക് SFIയിൽ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് SFIയോ CPMോ ആയ ആളല്ല ഞാൻ ജന്മനാ കുടുംബ പശ്ചാത്തലം കൊണ്ടും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും സാമൂഹിക സാഹചര്യങ്ങൾ കൊണ്ടും എത്തിപ്പെടപ്പെട്ട കേന്ദ്രങ്ങൾ കൊണ്ടും SFIയും CPM ഒക്കെ ആയതാണ്. പിന്നീട് നമുക്ക് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 17 വർഷമായി ഇതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ നല്ലതും ചീത്തയായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും, ജീവിതാനുഭവങ്ങളുണ്ടാവും, സാമൂഹിക അനുഭവങ്ങളുണ്ടാവും, നമ്മൾ വ്യക്തിപരമായ അനുഭവങ്ങളുണ്ടാവും. ഈ അനുഭവങ്ങളാണ് എന്നെ BJPയിലേക്ക് എത്തിച്ചത് എന്ന് പറയാം. കാരണം ഒരു ഘട്ടം, പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ് അധികാരത്തിലെത്തിയ കഴിഞ്ഞ 9 വർഷം, ഈ 9 വർഷം നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി, CPMനകത്ത് കഴിവുള്ള എന്ന് പറയുമ്പോൾ ഞാൻ കഴിവുള്ളവനാണ് എന്ന് പറയുന്നത് അതൊരു മര്യാദകേടാണ്. അത് എൻ്റെ കഴിവ് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്, മനസ്സിലായില്ല. പക്ഷേ ഞാൻ കഴിവില്ലാത്ത ഒരാളെ ഈ 24ാമത്തെ വയസ്സിലാണ് ഞാൻ SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും ജില്ലാ സെക്രട്ടറിയൊക്കെ ആവുന്നത്. അപ്പോൾ ഈ പ്രായത്തിൽ കഴിവില്ലാത്ത ഒരാളെ CPM അവിടെ ഒന്നും പരിഗണിക്കില്ലല്ലോ. അപ്പോൾ എന്നെപ്പോലെ സാധാരണ രീതിയിൽ സാധാരണക്കാരുടെ മക്കളായി ജനിച്ച് ഒരു രാഷ്ട്രീയ പിന്തുണയും സാമൂഹിക പിന്തുണയും സാമ്പത്തിക പിന്തുണയും ഒന്നുമില്ലാതെ തീരെ സാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജീവിതാനുഭവങ്ങൾ കൊണ്ട് ചുമതലകൾ നിറവേറ്റപ്പെടുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരുടെ അവസ്ഥ തന്നെയാണ് എനിക്കും ഉണ്ടായിട്ടുള്ളത്. കാരണം അധികാരം നിരന്തരമായി CPMന് കേരളത്തിൽ ലഭിക്കുമ്പോൾ അത് ഒട്ടനവധിയായിട്ടുള്ള നമുക്കറിയാവുന്നതുപോലെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി, ആയിരക്കണക്കിന് മനുഷ്യർ ജയിലിൽ പോയി ജീവത്യാഗം നടത്തി ഒക്കെ ലഭിച്ചതാണ്. അധികാരം ലഭിച്ചതും തുടർ അധികാരം ലഭിച്ചതുമല്ല ഈ ത്യാഗത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ത്യാഗങ്ങൾ സഹിക്കുന്നവരെ, സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരെ പുറന്തള്ളുകയും തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയത്തെ CPMൻ്റെ ചില നേതാക്കന്മാർ CPMനകത്ത് അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അതുകൂടിയാണ് എൻ്റെ ഈ തിരിച്ചറിവിന് കാരണമായി മാറിയെന്ന് പറയാം. അതുപോലെ തന്നെ ഈ സംഘടനാ പ്രവർത്തനങ്ങളുടെ ചുമതലകൾ വഹിച്ചിരുന്നപ്പോൾ എൻ്റെ അറിവിനും പ്രാപ്തിക്കും എൻ്റെ ബോധ്യത്തിനും കൃത്യമായി എന്നെ ഏൽപ്പിക്കുന്ന ചുമതലകൾ നിർവഹിച്ച ഒരാളാണ് ഞാൻ. ആ ചുമതല നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടാവും. അവിടെയെല്ലാം ഞാൻ കണ്ടിരുന്നത് എന്നെ പാർട്ടി എന്താണോ ഏൽപ്പിക്കുന്നത് അത് നിർവഹിക്കുക.
അത് നിർവഹിക്കുക, അതിൽ പൂർണ്ണമായ സംതൃപ്തിയോടുകൂടി നിർവഹിക്കുക എന്നുള്ളതാണ്. എല്ലാ കാലത്തും എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ ഉപയോഗിച്ച ഒരു രീതി അതാണ്, ഒരു പ്രവർത്തനത്തിൻ്റെ അളവുകോൽ അതാണ്. സംതൃപ്തി ഉണ്ടാവുക, അത് ആ പ്രവർത്തനം നടത്തുന്ന എനിക്കും അത് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാർക്കും സംതൃപ്തി ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം എനിക്ക് എൻ്റെ വ്യക്തിപരമായ അനുഭവം പറഞ്ഞാൽ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അന്ന് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശ്രീ ആനാവൂർ നാഗപ്പൻ, അന്ന് നിങ്ങളെ മാധ്യമങ്ങളുടെ വാർത്തകൾ ഒരു 2 കൊല്ലം മുമ്പൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച്, ഇപ്പോഴും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ തന്നെയാണ്, തിരുവനന്തപുരം നഗരത്തിലെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച്, ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് വലിയ മയക്കുമരുന്ന് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഘങ്ങളെയെല്ലാം പിന്തുണയ്ക്കുന്നത് CPM ആണ്, SFI ആണ് എന്ന് കൂടി മുനവെച്ച വാർത്തകൾ അന്ന് വ്യാപകമായി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ആ സാഹചര്യത്തിൽ CPM-ഉം SFI-യും ഈ പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ തലസ്ഥാന നഗരിയിലെ യൂണിവേഴ്സിറ്റി കോളേജ്, യൂണിവേഴ്സിറ്റി ഹോസ്റ്റല്, അങ്ങനെ അതിന് ചുറ്റുപാടുമുള്ള ക്യാമ്പസുകൾ, ഇതെല്ലാം കേന്ദ്രീകരിച്ചുള്ള ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ഇത് മാറുകയും അതിനെല്ലാം SFI-യും CPM-ഉം നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന വാർത്തകൾ വരികയും അതിൻ്റെ യാഥാർത്ഥ്യപൂർണ്ണമായിട്ടുള്ള പരാതികൾ അവിടുത്തെ കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ വീടുകളിൽ നിന്ന് രക്ഷകർത്താക്കളുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ, അന്ന് സെക്രട്ടറി ആയിരുന്ന ഞാനാണ്, അന്ന് ആരാ സെക്രട്ടറി ആയിരുന്നാലും അവർ വഹിക്കേണ്ട ഉത്തരവാദിത്വമാണ് ഞാൻ വഹിച്ചത്. എന്നോട് പറഞ്ഞത് ഈ വിഷയത്തിൽ ഇടപെടണം, SFI-ക്ക് ഇതിനകത്ത് ഒരു രീതിയിലുമുള്ള പങ്കുണ്ടാവാൻ വേണ്ടി പാടില്ല, ഈ പറയുന്ന മയക്കുമരുന്ന് ലഹരി മാഫിയ സംഘങ്ങളുടെ ഭാഗമായോ അവരുടെ സഹായത്തിനോ SFI നേതാക്കന്മാരോ SFI പ്രവർത്തകരോ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. 2, ക്യാമ്പസുകളും സർവകലാശാല ഹോസ്റ്റലുകളും സർക്കാർ ഹോസ്റ്റലുകളും മറ്റ് ഹോസ്റ്റലുകളും SFI നിയന്ത്രണത്തിലുള്ള ഒരു കേന്ദ്രങ്ങളിൽ നിന്നും അത്തരമൊരു പ്രവണത ഉണ്ടാവാൻ വേണ്ടി പാടില്ല. SFI ജില്ലാ കമ്മിറ്റി അതിനെതിരെ ഇടപെടണം, ആ പ്രവർത്തനം അവസാനിപ്പിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ പ്രാദേശികമായി വന്ന ഒരാളാണ്. ക്യാമ്പസുകൾക്കകത്ത് ഉള്ള ഈ പറയുന്ന വിധ്വംസക പ്രവർത്തനങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ എൻ്റെ അറിവില്ലായ്മ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് സ്പോണ്ടേനിയസായി ചടുലമായി ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മളെ ജില്ലാ കമ്മിറ്റി യോഗം, സംസ്ഥാന കമ്മിറ്റിയുടെ അനുവാദ പ്രകാരം ഇത്തരം ക്യാമ്പസുകൾക്കകത്ത്, നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ക്യാമ്പസുകൾക്ക് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി കോളേജിനകത്തൊക്കെ കാലാകാലങ്ങളായി പഠിച്ചും പഠിക്കാതെയും 10ഉം 40ഉം വയസ്സായി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർ ഹോസ്റ്റലുകളിൽ കേന്ദ്രീകരിച്ച് പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ അവരുടെ ഒരു അടിമയാക്കുന്നൊരു സ്വഭാവം നിലവിലുമുണ്ട്. അപ്പോൾ ഇത്തരം പ്രവണതകളെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു മിഷനാണ് അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന രീതിയിൽ ആനാവൂർ നാഗപ്പൻ സഖാവ് എനിക്ക് തരുന്നത്. സ്വാഭാവികമായിട്ട് അതൊരു ടീം, SFI ജില്ലാ കമ്മിറ്റി എന്ന രീതിയിലാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ സെക്രട്ടറി എന്ന രീതിയിൽ ഞാൻ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ. നിന്നു ആ തീരുമാനം നടപ്പാക്കി. ഹോസ്റ്റലുകളിനകത്തും തിരുവനന്തപുരത്തെ സർക്കാർ ഹോസ്റ്റലിനകത്തും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജ്, അത് ചുറ്റുപാടുള്ള സംസ്കൃത കോളേജ് അടക്കമുള്ള കോളേജുകൾക്കകത്തുള്ള ഇത്തരം വിധ്വംസക പ്രവർത്തനം നടത്തുന്ന ഗ്യാങ്ങുകളെ, ഇവരൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ SFI ആയിരുന്നിരിക്കാം, പക്ഷെ അന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളോ ഒന്നും അല്ലായിരുന്നു. അപ്പോൾ ഇത്തരം അവിടുത്തെ വിദ്യാർത്ഥികളല്ലാത്ത ഗ്യാങ്ങുകളെ പിടിച്ച് പടിക്ക് പുറത്താക്കി എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങളിലേക്കെല്ലാം എന്നെ എത്തിച്ച ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം, ഈ പറയുന്ന മാഫിയകൾക്കെതിരെ, ലഹരി ഉപയോഗത്തിനെതിരെ, ലഹരി സംഘങ്ങൾക്കെതിരെ ഞാൻ ഇടപെടാൻ വേണ്ടി പാർട്ടി ചുമതലപ്പെടുത്തിൻ്റെ ഭാഗമായി ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കറിയില്ലായിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ ചില CPM നേതാക്കന്മാർക്ക് കൂടി ഈ ആളുകളുമായി ബന്ധമുണ്ട്. കാരണം ഇവരുടെ പ്രായം ഞാൻ പറഞ്ഞു, ഈ നേതാക്കന്മാരുടെ കൂടെ പഠിച്ച ആൾക്കാരാണ് ഇതിൽ പല ആൾക്കാരും. അപ്പോൾ അങ്ങനെ അവർ കൂടി എന്ത് ചെയ്തു, നമ്മൾ ശത്രുപക്ഷത്ത് വന്നു. അങ്ങനെ ശത്രുപക്ഷത്ത് വരികയും എങ്ങനെ തകർക്കാം, വേറെ ഒരു രീതിയിലും എന്നെ ചുമതലകളിൽ നിന്ന് മാറ്റാനോ, കാരണം അകമഴിഞ്ഞ പിന്തുണയാണ് അന്ന് പാർട്ടി എന്ന രീതിയിൽ ആനാവൂർ നാഗപ്പൻ എനിക്ക് നൽകിയത്, പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ സഖാവ് നൽകിയത്. ആ പിന്തുണയുടെ ഭാഗമായി ഇവർക്ക് എന്നെ വ്യക്തിപരമായി ആക്രമിക്കാൻ ഒന്നുമില്ല. എന്തെങ്കിലും ഒരു അലിഗേഷനോ ആരോപണമോ ഒന്നും കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞില്ല. ആകെ ഇവർക്ക് ഇവർ റിസർച്ച് ചെയ്ത് അവർ നിർവചിച്ച് അവരെല്ലാം കൂടി എടുത്തുകൊണ്ട് വന്ന ഒരു ഉപാധി എന്ന് പറയുന്നത് ഒരു വീഡിയോ ആണ്. ആ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നൃത്തം ചെയ്യുന്നു, ഞാനും എൻ്റെ ഒരുപാട് കൂട്ടുകാരും ചേർന്ന് ഞങ്ങൾ രാത്രി സമയത്ത് നൃത്തം ചെയ്യുന്നൊരു വീഡിയോ ആണ്. സ്വാഭാവികമായിട്ടും
എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത്, ഞാനൊരു 10 വയസ്സ് മുതൽ 27 വയസ്സ് വരെ CPM ആയിരുന്നു, SFI ആയിരുന്ന ആളാണ്. എൻ്റെ ശൈശവവും ബാല്യവും കൗമാരവും എല്ലാം ഈ പാർട്ടിയിലാണ്, ഈ SFIയിലാണ്. അപ്പോൾ എൻ്റെ സൗഹൃദങ്ങളും സന്തോഷങ്ങളും എല്ലാം ഈ പാർട്ടിയുടെ ഭാഗമായിട്ടും ഈ പാർട്ടി പ്രവർത്തനത്തിൻ്റെ കൂടെയൊക്കെയാണ്. അപ്പോൾ ആ സന്തോഷവേളകൾ നമ്മൾ ഒരുമിച്ച് ആടിപ്പാടി ഡാൻസ് കളിക്കുന്ന, എന്നാൽ ഡാൻസ് കളിച്ചിട്ട് ഒരു SFIക്കാരനെ, ഒരു ചെറുപ്പക്കാരൻ ഡാൻസ് കളിക്കണ്ടേ? അല്ലാതെ എന്താണ് അലക്കി തേച്ച് മുണ്ടും ഷർട്ടും എടുത്ത് പ്രതിമയെ പോലെ ഒരിടത്ത് ഇരിക്കാൻ വേണ്ടിയാണോ രാഷ്ട്രീയ പ്രവർത്തനം? നാവ് മാത്രം അനങ്ങിയാൽ മതിയോ? ശരീരം അനങ്ങണം. സന്തോഷം പ്രകടിപ്പിക്കാനുള്ളതല്ലേ? അപ്പോൾ ആ സന്തോഷ പ്രകടനത്തെ, അതും എൻ്റെ ബർത്ത്ഡേ സ്റ്റാറ്റസായി എൻ്റെ കൂട്ടുകാർ, പ്രത്യേകിച്ച് ഞാൻ ഇത്തിരി തടിയുള്ള ആളുകൂടി ആയതുകൊണ്ട് എൻ്റെ പകൽ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം ഞാൻ കർക്കശമായി ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ഇത്തരം മുഹൂർത്തങ്ങൾ എപ്പോഴും കൗതുകമാണ് കൂട്ടുകാർക്ക്. ഞാൻ ഡാൻസ് കളിക്കുന്നതും ഞാൻ അട്ടഹസിച്ച് ചിരിക്കുന്നതും തമാശ പറയുന്നതൊക്കെ കൗതുകം. കാരണം സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ ഇതൊന്നും ഞാൻ കാണിക്കാറില്ല. വ്യക്തിപരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ, സന്ദർഭങ്ങളിൽ ഞാൻ സൗഹൃദം പങ്കിടുമ്പോൾ അതെല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു കൗതുകമാണ് ഇവർ ആ വീഡിയോ എടുത്തത്. ഈ ഞാൻ ഡാൻസ് കളിക്കുന്ന ഈ വീഡിയോ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു സീസൺഡ് രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഇന്നും ഞാനൊരു നിയമ വിദ്യാർത്ഥിയാണ്. ഞാൻ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം നോക്കി, എൻ്റെ അച്ഛനും അമ്മയും അനുജനെയും എല്ലാം നോക്കി വിദ്യാഭ്യാസം നടത്തി, അതിൻ്റെ കൂടെ സംഘടനാ പ്രവർത്തനം നടത്തി ജീവിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഞാൻ രാഷ്ട്രീയം എൻ്റെ ജീവിത ഉപാധിയാക്കിയ ഒരാളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഇവർക്ക് എനിക്കെതിരെ ഒരു അലിഗേഷൻ എടുത്തുകൊണ്ട് വരാൻ, എന്നെ ഇത്തരം ലഹരി മരുന്ന് മാഫിയകൾക്കെതിരെ, ഈ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ പ്രവർത്തിക്കുന്നത് നിർത്താൻ ഇവർക്ക് എന്നെ അതിന് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ഒരു ഉപാധിയും ഇല്ലാതെ വന്നപ്പോൾ എൻ്റെ കൂട്ടുകാർ തമാശയ്ക്ക്, എൻ്റെ സന്തോഷം അത് അവരുടെ ഒരു കൗതുകമായി മാറി. ഞാൻ ഡാൻസ് കളിക്കുന്നതിനെ കൗതുകമായി കണ്ട് അവരെടുത്ത് വെച്ചൊരു വീഡിയോ എഡിറ്റ് ചെയ്ത്, ആ വീഡിയോ ഒരു 10 സെക്കൻഡോ 12 സെക്കൻഡോ ഉള്ളൊരു വീഡിയോ ആണ്. അതിനെ എഡിറ്റ് ചെയ്ത് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാണ്. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ഡാൻസ് കളിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ മദ്യപിച്ച് ഡാൻസ് കളിച്ചെന്നാണ് നിർവചനം. മദ്യപിക്കുന്നെങ്കിൽ അടുത്ത് മദ്യക്കുപ്പി മദ്യപിച്ച് ഒരു വീഡിയോ വെച്ച് ഇൻ്റർപ്രിട്ടേഷൻ നടത്തണമെങ്കിൽ അത് നിർവചിക്കണം. എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ കയ്യിൽ മദ്യക്കുപ്പി വേണം, അല്ലെങ്കിൽ ഒരു കട്ടൻ ചായയുടെ ഗ്ലാസ് എങ്കിലും കയ്യിലുണ്ടെങ്കിൽ പറയാം, ശരി നമുക്ക് നോക്കാം. ഞാൻ ഡാൻസ് കളിക്കുന്നു എന്നതുകൊണ്ട് അതിനെ ഒരാൾക്ക് മദ്യപിച്ചാൽ മാത്രമേ ഡാൻസ് കളിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ നേതാക്കന്മാർ പോലും CPM-നകത്തുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക്, ഒരു യുവാവിന് മദ്യപിച്ചാൽ മാത്രമേ ഡാൻസ് കളിക്കാൻ കഴിയൂ എന്ന് പറയുന്ന അത്രയും ഹീനമായ സദാചാര ബോധമുള്ള ആളുകൾ CPM-നകത്തുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് എന്നെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ആ ആക്രമണം ഞാൻ നേരിട്ടു. മാധ്യമങ്ങൾ ഇന്ന് പോലും മാധ്യമങ്ങൾ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്, ഈ CPM കേന്ദ്രങ്ങളിൽ നിന്ന് CPM-ൻ്റെ ചില നേതാക്കന്മാർ, എല്ലാവരെയും ഞാൻ കുറ്റം പറയില്ല, എല്ലാ മേഖലകൾക്കകത്തും രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ പാർട്ടികൾക്കും നിങ്ങൾ മാധ്യമങ്ങൾക്കകത്തും സർക്കാർ ജീവനക്കാർക്കിടയിൽ നല്ലവരും ചീത്ത ആൾക്കാരും ഉണ്ട്, മോശക്കാരും നന്മയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള പുഴുക്കുത്തുകൾ പറച്ചു വിടുന്ന, ക്യാപ്സ്യൂളുകൾ വിഴുങ്ങുന്ന മാധ്യമങ്ങളുണ്ട്. ഒരാളെ നശിപ്പിക്കണമെങ്കിൽ, ഇപ്പോൾ ഞാൻ SFIയുടെ ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ടാണല്ലോ ഈ ആരോപണം വന്നത്. ഞാനൊരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നെങ്കിൽ എനിക്കെതിരെ ഈ ആരോപണം വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ CPM-ൻ്റെ ചില നേതാക്കന്മാരുടെ ഒരു രീതി എന്ന് പറയുന്നത്, അത് ഇപ്പം എനിക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഇപ്പം കാരണം ഏകദേശം 2 വർഷത്തോളമായി ആ വിഷയം ഉണ്ടായിട്ട്, എന്ന് പറഞ്ഞാൽ അവൻ ഇതിനകത്ത് നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പാടില്ല, ഇത് വിട്ടുപോയി വേറൊരിടത്തും രക്ഷപ്പെടാൻ പാടില്ല. എന്നും ഇവനെ ഞങ്ങളുണ്ടാക്കിയ നുണക്കഥ പിന്തുടരണം, ഞങ്ങളുണ്ടാക്കിയ കള്ളം അവൻ്റെ പുറകിൽ എപ്പോഴും എപ്പോഴും ഒരു ഭാരമായി ഉണ്ടാവണമെന്ന CPM-ൻ്റെ നേതാക്കന്മാർ അന്ന് നിശ്ചയിച്ചത് ഇന്ന് നടക്കുന്നുള്ളതാണ്. കാരണം BJP-യിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ പോലും, എന്നെ BJP സ്വീകരിക്കുമ്പോൾ പോലും വാർത്തകളിൽ ഇതൊന്ന് പരാമർശിച്ച് പോകാതെ ഇരിക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഞാൻ ചോദിച്ചു, ഇതിൻ്റെ വസ്തുത എങ്ങനെയാണ്? അതുപോലെ തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് CPM-ൻ്റെ ഇരട്ട നീതിയാണ്. എന്നെ സംഘടനാപരമായി ഈ പറയുന്ന മാഫിയകൾക്കെതിരെ നിന്നതിൻ്റെ ഭാഗമായി, ഈ പറയുന്ന ക്യാമ്പസുകളെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി എൻ്റെ
അന്ന് ഞാൻ പ്രവർത്തിച്ചിരുന്ന CPM എന്ന പാർട്ടിയും SFI എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചതിൻ്റെ ഭാഗമായി, സത്യസന്ധമായി നിർവഹിച്ചതിൻ്റെ ഭാഗമായി ഞാൻ ആക്രമിക്കപ്പെട്ടത് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടാണ്. എന്നെ വ്യാജമായി കള്ളമായ സാഹചര്യങ്ങൾ എന്നിൽ നിക്ഷേപിച്ച് എന്നെ ഒരു മദ്യപാനിയാക്കി ചിത്രീകരിച്ച്, എന്നെ ഒരു ആഭാസനാക്കി ചിത്രീകരിച്ച്, അങ്ങനെ ഇവൻ്റെ ജീവിതത്തിൽ എവിടെയിടത്തും ഇവൻ ഗതി പിടിക്കരുത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ തിരുവനന്തപുരംകാരുടെ ഒരു തിരുവനന്തപുരം ആക്സെൻറ്റിൽ പറഞ്ഞാൽ അമ്മയ്ക്ക് ഉതവാതാക്കുക എന്ന് പറയും. എന്നുവെച്ചാൽ അവൻ്റെ വീട്ടുകാർക്ക് പോലും ഉതകരുത് എന്ന വാക്കിൻ്റെ തിരുവനന്തപുരം വർഷമാണ് ഉതവരുത് എന്നുള്ളത്. അപ്പോൾ അമ്മയ്ക്ക് ഉതവാതാക്കുക എന്ന് പറയുന്നതാണ് CPMൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ ചില നേതാക്കന്മാരുടെ രീതി. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇപ്പോഴും മാധ്യമത്തിൽ, കാരണം നിങ്ങൾക്കറിയാലോ മാധ്യമങ്ങൾക്കകത്ത് CPMൻ്റെ ഫ്രാക്ഷൻ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. SFIയുടെ കേന്ദ്രം തൊട്ട് താഴെയുള്ള നേതാക്കന്മാരാണ് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരിൽ ഭൂരിപക്ഷവും. സ്വാഭാവികമായിട്ടും അവരുടെ സുഹൃത്തുക്കളാണ് ഞാൻ ഈ പേര് പറഞ്ഞില്ലെങ്കിലും ഈ ആളുകൾ, മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സ്വാധീനം അതിനകത്തുണ്ട്. അപ്പോൾ അതിനെല്ലാം ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം നമ്മളിൽ എന്തോ ഗുണമുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ആക്രമിക്കപ്പെടുന്നതെന്ന് മാത്രമാണ്. വലിയ സൈബർ ബുള്ളിയിങ് ആണ്. ഞാൻ ഇപ്പോൾ മറുനാടനോട് പറയുകയാണ്, വലിയ സൈബർ ബുള്ളിയിങ് ആണ്. അത് എനിക്കെതിരെ മാത്രമല്ല, ഞാൻ സ്വാഭാവികമായിട്ടും ആ സൈബർ ബുള്ളിയിങ് ഏൽക്കാൻ ബാധ്യസ്ഥനാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ, ഒരു വിദ്യാർത്ഥി യുവജന പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുപയോഗിച്ചുകൊണ്ട്, എൻ്റെ അച്ഛൻ്റെയും അമ്മയെയും അസഭ്യം പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകൾ, ഞാൻ കോടിക്കണക്കിന് രൂപ BJP എനിക്ക് നൽകിയത് കൊണ്ടാണ് എനിക്ക് പാറശാല നിയോജക മണ്ഡലത്തിൽ അടുത്ത അസംബ്ലിയിൽ സീറ്റ് ലഭിച്ച ഉറപ്പിന്മേലാണ് ഞാൻ BJPയിലേക്ക് എത്തിയതെന്ന് പോലെ പറഞ്ഞ് ഇത്തരം വ്യാജമായ വാർത്തകളും എൻ്റെ അച്ഛൻ നിങ്ങൾ കണ്ടു വരുമ്പോൾ, അച്ഛൻ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളാണ്. സ്ട്രോക്ക് വന്ന് കഴിഞ്ഞ 3 വർഷമായിട്ട് പാതി ശരീരം തളർന്നിരിക്കുന്ന ഒരാളാണ്. ആ അച്ഛൻ്റെ പേരാണ് എൻ്റെ പേരിന് ശേഷം ഗോപിനാഥ് എന്ന് പറയുന്നത്. എൻ്റെ അച്ഛൻ്റെ പേരാണ് ഗോപിനാഥ്. ആ അച്ഛനെ പോലും എന്നെ, തമാശ എന്ന് പറയുന്നത്, ഈ സംസ്ഥാനത്ത് ഉടനീളം എന്നെ വ്യക്തിപരമായി എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അറിയാവുന്ന ആളുകളാണ് ഈ സൈബർ ബുള്ളിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അവരത് ചെയ്തോട്ടെ, അവർക്കൊരു ഇര കിട്ടുമ്പോൾ അവരത് മാക്സിമം കടിച്ചു വലിച്ചോട്ടെ, അത് അവർ ചെയ്തോട്ടെ. പക്ഷേ എൻ്റെ വീട്ടുകാരെ, എൻ്റെ മാതാപിതാക്കളെ അധിക്ഷേപിക്കുന്നത് അവർ നിർത്തണം. എന്നെ നിങ്ങൾ എത്ര വേണമെങ്കിൽ അധിക്ഷേപിച്ചുകൊള്ളൂ. കാരണം CPMൽ നിന്ന് ഈ അധിക്ഷേപങ്ങൾ കേട്ട് തൊലിക്കെട്ടി എനിക്ക് നല്ലവണ്ണം ഉണ്ട്. CPM നൽകിയ തൊലിക്കെട്ടി എനിക്കുണ്ട്. അതുകൊണ്ട് എന്നെ അത് ബാധിക്കില്ല. പക്ഷേ എൻ്റെ വീട്ടുകാരെ അധിക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കണം. അതോടൊപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം സൂചിപ്പിക്കാനുള്ളത്, എനിക്കെതിരെ ഈ വ്യാജമായ വാർത്ത സൃഷ്ടിച്ച് എന്നെ നിരന്തരമായി, എന്നുവെച്ചാൽ എവിടെയെല്ലാം ഞാൻ പോയാലും അവിടെയെല്ലാം എന്നെ ഒരു പ്രേതത്തെ പോലെ ഈ വ്യാജ വാർത്ത പിന്തുടരണം. നിങ്ങൾ പുറത്താക്കിയത് നീ മദ്യപിച്ച് നൃത്തം ചെയ്തത് കൊണ്ടാണ് എന്ന വ്യാജമായ തിരക്കഥ നിന്നെ പിന്തുടരണം. നിൻ്റെ ഏത് പ്രൊഫൈലിലും ബയോഡേറ്റയിലും അത് എഴുതപ്പെടണം എന്ന CPMൻ്റെ ചില നേതാക്കന്മാരുടെ ആ കൗശലമായ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്, യാഥാർത്ഥ്യമാണ്. പക്ഷേ എനിക്ക് പൊതുസമൂഹത്തോടും മാധ്യമങ്ങളോടും CPMകാരോടും ചോദിക്കാനുള്ളത്, ഞാൻ മദ്യപിച്ച് നൃത്തം ചെയ്തെന്ന് നിങ്ങൾ മാധ്യമത്തിലൂടെ എന്നെ നിരന്തരമായി കഴിഞ്ഞ 3 വർഷത്തിൽ അടുത്തായി അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണെന്നുള്ളത്. പക്ഷേ എനിക്ക് നിങ്ങളൊരു കാര്യം ചോദിക്കാനുള്ളത്, കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 2 വീഡിയോകൾ വന്നു. അത് ഏതെങ്കിലും ഒരു ഇരുട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരാൾ നൃത്തം ചെയ്യുന്നത് വ്യാജമായി എടുത്തുണ്ടാക്കിയ വീഡിയോകളല്ല. SFIയുടെ നിലവിലെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി, SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അർദ്ധനഗ്നനായി നിന്ന്, തുണിയില്ലാതെ നിന്ന് മദ്യപിക്കുന്നൊരു വീഡിയോ എല്ലാ മാധ്യമങ്ങളും ബ്രേക്ക് ചെയ്തു. SFIയുടെ തിരുവനന്തപുരത്തെ ജില്ലാ സഹഭാരവാഹി ആയിട്ടുള്ള ഒരാൾ കഞ്ചാവ് ഉപയോഗിക്കുന്നു. നമ്മൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോൾ ചില ആളുകൾ ഈ കുഴലിൽ കൂടെയൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ ഈ ചില സ്ഥലങ്ങളിലൊക്കെ? അതുപോലെ കഞ്ചാവ് ഉപയോഗിക്കുന്ന വീഡിയോ മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്തു. എന്താ CPM ചെയ്തത്? എവിടെ ലഹരിക്കെതിരെ, ലഹരി മാഫിയക്കെതിരെ എന്നിൽ നിക്ഷിപ്തമായ സംഘടനാ ചുമതല നിർവഹിച്ചപ്പോൾ ഞാൻ മദ്യപാനിയും ആഭാസനും ഒക്കെയായി CPM എന്നെ നടപടിയെടുത്തു എന്ന് പറയുന്നു.
അത് വ്യാജമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്നുള്ളത് എൻ്റെ മനസാക്ഷിക്കും അത് ചെയ്തവൻ്റെ മനസാക്ഷിക്കും അറിയാം. പൊതുസമൂഹം അത് മനസ്സിലാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്താണ് CPM-ൻ്റെ ഇരട്ട നീതി? എവിടെ പകൽ വെളിച്ചത്തിൽ തുണിയില്ലാതെ നിന്ന് മദ്യപിച്ച് ആഭാസത്തനം കാണിക്കുന്ന ആളെ SFIയുടെ ജില്ലാ സെക്രട്ടറിയായി ഇതാ 10 ദിവസം മുമ്പുള്ള ജില്ലാ സമ്മേളനം തിരഞ്ഞെടുക്കുന്നു. അയാളുടെ ഈ വീഡിയോ പുറത്തു വരുന്നതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ ആ വീഡിയോയിൽ അയാൾ തുണിയില്ലാതെ കാണിച്ച ആഭാസനത്തിൻ്റെ, മദ്യപാനത്തിൻ്റെ, ലഹരി ഉപയോഗത്തിൻ്റെ അംഗീകാരം എന്ന രീതിയിൽ അയാളെ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ എടുക്കുന്നു. മറ്റൊരാൾ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന, കഞ്ചാവ് വൈകൃതമായ രീതിയിൽ, സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കഞ്ചാവ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് എന്തോ പൈപ്പൊക്കെ വെച്ച് കഞ്ചാവ് ഉപയോഗിക്കുകയാണ് ഒരു പയ്യൻ, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും എവിഡൻ്റായി കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെ ഇവർ പ്രൊമോട്ട് ചെയ്യുകയാണ്. ജില്ലാ സെക്രട്ടറി ആക്കുന്നു, പാർട്ടി നേതാവാക്കുന്നു, സെനറ്റിൽ മത്സരിപ്പിക്കുന്നു, സെനറ്റ് മെമ്പറാക്കുന്നു. അപ്പോൾ ഇരട്ട നീതിയാണ്. വേണ്ടപ്പെട്ടവർക്ക്, താല്പര്യമുള്ളവർക്ക് എന്തും ചെയ്യാം. വേണ്ടപ്പെടാത്തവൻ ഈ ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റമെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ വേണ്ടപ്പെട്ടവർക്കും താല്പര്യമുള്ളവർക്കും ഈ പറയുന്ന എല്ലാ നിയമവിരുദ്ധമായിട്ടുള്ള, സദാചാര വിരുദ്ധമായിട്ടുള്ള കാര്യവും ചെയ്യാം. വേണ്ട കാര്യം നാടിനും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും പുതുതലമുറയ്ക്കും അവരുടെ ആരോഗ്യവും അവരുടെ ബുദ്ധിയും അവരുടെ വിദ്യാഭ്യാസ പശ്ചാത്തലവും തകർക്കുന്ന മാഫിയകൾക്കെതിരെ, സമൂഹത്തെ തകർക്കുന്ന മാഫിയകൾക്കെതിരെ എന്നെ ഏൽപ്പിച്ച ചുമതല ഞാൻ ചെയ്തതിൻ്റെ ഭാഗമായി ഞാൻ പ്രശ്നക്കാരനായി, ഞാൻ കുഴപ്പക്കാരനായി എന്നെ CPM നടപടിയെടുത്തു എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ കൂടെ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ CPM-ൻ്റെ നടപടിയൊക്കെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എന്നെ CPM തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി, അല്ല നടപടിയിൽ നിന്ന് ഒഴിവാക്കി, ശരിയാണ്. പക്ഷേ ഈ കഴിഞ്ഞ CPM-ൻ്റെ ജില്ലാ സമ്മേളനമാണ്, അല്ലെങ്കിൽ CPM-ൻ്റെ മധുര പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നടന്ന ബ്രാഞ്ച് സമ്മേളനം തൊട്ടുള്ള സമ്മേളനങ്ങളിലാണ് ഞാൻ CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആവുന്നത്. മനസ്സിലായില്ലേ? അത് എൻ്റെ ശരി തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തത് തെറ്റല്ല, ഞാൻ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചതിൻ്റെ ഭാഗമായി തെറ്റുകാരനാക്കപ്പെട്ടവനാണ്, ഞാൻ ശരി ചെയ്തത് കൊണ്ട് തെറ്റുകാരനാക്കപ്പെട്ടവനാണെന്ന് CPM-ൻ്റെ ചില നേതാക്കന്മാർ, നന്മയുള്ള ശരിയായിട്ടുള്ള മുതിർന്ന നേതാക്കന്മാർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് എന്നെ അവർ ഈ സമ്മേളനം, CPM-ൻ്റെ ഒരു സമ്മേളനം തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ എന്തെല്ലാം പ്രക്രിയ അതിനുണ്ടെന്നറിയാമല്ലോ. ബ്രാഞ്ച് സെക്രട്ടറി ആവുന്ന അതേ പ്രക്രിയ തന്നെയാണ് അഖിലേന്ത്യാ സെക്രട്ടറി ആവാനും ഉള്ളത്. അപ്പോൾ എന്നെ ഈ സമ്മേളനം തിരഞ്ഞെടുക്കപ്പെട്ട ചുമതലകളിലാണ് ഞാൻ CPM-ൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, എന്തുകൊണ്ട് പിന്നെ BJP ആയി? അവിടെ നിൽക്കുമ്പോഴും എന്നെ ആക്രമിച്ച, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2016 അധികാരത്തിലെത്തിയതിനു ശേഷം നിയന്ത്രിക്കുന്നത് ത്യാഗങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, സമരങ്ങളിലൂടെ ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുകയും പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം കൊടുക്കുകയും ചെയ്ത ആളുകളല്ല. അധികാരം കിട്ടിയപ്പോൾ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ, അധികാര കേന്ദ്രങ്ങളിൽ ഒരു പവർ ക്ലസ്റ്റർ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പവർ ക്ലസ്റ്ററാണ് അധികാര ഇടനാഴികളിലും അധികാരത്തെയും പാർട്ടിയെയും നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അപ്പോൾ ഞാൻ തിരികെ 6 മാസത്തെ, ഏകദേശം 1 വർഷത്തോളം ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഞാൻ ചെയ്ത ശരിയെ തെറ്റായി നിർവചിച്ച് CPM എനിക്ക് തന്ന ആ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിപ്പെട്ടതിന് ശേഷം ഞാൻ തിരിച്ചു വന്ന് CPM തന്ന ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നിർവഹിക്കുമ്പോഴും എനിക്ക് മുകളിൽ എപ്പോഴും എപ്പോൾ വേണമെങ്കിലും നമ്മളെ ജീവൻ എടുക്കാൻ കഴിയുന്നൊരു വാള് പോലെ ഈ പറയുന്ന അധികാരത്തിൻ്റെ പവർ ക്ലസ്റ്റർ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അത് എനിക്കെതിരെ മാത്രമല്ല, നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയിൽ, CPM-ലെ നാളെ CPM-ൻ്റെ നേതൃത്വമായി വരേണ്ട യൂത്തിനിടയിൽ കേരളത്തിലുടനീളം ഇത്തരമൊരു ഇടപെടലാണ്. അവരുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ, അവരുടെ ഭാഗം നിന്നില്ലെങ്കിൽ, അവർക്കെതിരെ നിന്നാലല്ല പ്രശ്നം, അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മുടെ സംഘടനാ ചുമതലകൾ നിർവഹിച്ച് നമ്മുടെ കാര്യം നോക്കി പോയാലും അവരിത് ആക്രമിക്കും. ഇത് കേരളത്തിലുടനീളം, ഞാൻ എന്ന് പറയുന്നത് ഒരു ഗോകുൽനാഥ് എന്ന് പറയുന്നത് കേരളത്തിലെ 10,000-കണക്കിന് വരുന്ന CPM പ്രവർത്തകരുടെ പ്രതിനിധിയാണ്. ആ CPM പ്രവർത്തകരുടെ പ്രതിനിധി എന്ന് പറയുന്നത് ശരി ചെയ്യുന്നവനെ CPM എന്താണ് ചെയ്യുന്നതിൻ്റെ തെളിവാണ്. 2.5 വർഷം മുമ്പ് വന്ന വാർത്തകളും ഇന്നും എൻ്റെ ഈ രാഷ്ട്രീയ ചിന്തകളുടെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും മാറ്റത്തിനകത്ത് ഇപ്പോൾ വരുന്ന വാർത്തകളും CPM നമ്മളെ ഒരിക്കൽ CPM എന്ന പാർട്ടി മാത്രമല്ല, CPM-ൻ്റെ നേതാക്കന്മാർ, ഒരു കൂട്ടം നേതാക്കന്മാർ, അവർ തീരുമാനിച്ച് ഒരാളെ അധിക്ഷേപിക്കാനും അവരുടെ ജീവിതം നശിപ്പിക്കാനും ശ്രമിച്ചാൽ
അത് നമ്മളെ പിന്തുടരുന്ന രീതിയിലാക്കാൻ വേണ്ടി നമ്മളെല്ലാ കാലത്തും ഏത് മേഖലയിലായാലും നമ്മളെ ആക്രമിക്കാൻ വേണ്ടി അതിന് കരുത്തുണ്ടെന്നു കൂടിയുള്ള തെളിവാണ്. പക്ഷെ ഇത്തരം ആരോപണങ്ങളും ആക്രമണങ്ങളും ഇത്തരം അധിക്ഷേപങ്ങളുമൊന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതിൻ്റെ കരുത്ത് കുറയ്ക്കില്ല. മറിച്ച് എനിക്ക് കൂടുതൽ ആവേശത്തോടുകൂടി ഈ രാജ്യത്തിൻ്റെ ദേശീയതയെ ഉയർത്തിപ്പിടിക്കാൻ, ഈ രാജ്യത്തുടനീളം പടർന്ന കാവ്യയെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ കൂടി പടർത്തി ഈ രാജ്യത്ത് കേരളത്തിനകത്ത് കൂടി BJPയുടെ സർക്കാർ അധികാരത്തിലേക്ക് എത്താനുള്ള എന്നാൽ കഴിയുന്ന ഈ ഞാനെന്ന ചെറുപ്പക്കാരൻ്റെ ബുദ്ധിയിലും ബോധത്തിലുമുള്ള എൻ്റെ എല്ലാ സന്നദ്ധതയും, എൻ്റെ എല്ലാ കഴിവും പ്രാപ്തിയും നമ്മുടെ നാട്ടിൽ കൂടി ആ കയ്യൊപ്പ് ചാർത്താനുള്ള വലിയ പദ്ധതിയാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ആ പദ്ധതിയുടെ ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി മാറുക, ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് ഞാൻ ഈ രാഷ്ട്രീയ മാറ്റത്തിലൂടെ ചെയ്യുന്നത്. അത് ഞാൻ എന്നോടും എൻ്റെ നാടിനോടും എൻ്റെ രാഷ്ട്രീയ ബോധത്തോടും കാണിക്കുന്ന ശരിയാണ്. ഇന്നിൻ്റെ ശരി, ഈ കാലഘട്ടത്തിൻ്റെ ശരി ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ്. ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ആഗ്രഹിച്ചു എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് കോൺഗ്രസ് എന്ന പാർട്ടി തിരഞ്ഞെടുത്തില്ല? കോൺഗ്രസ് എന്ന പാർട്ടി ഈ രാജ്യത്ത് അഴിമതിയുടെയും കുടുംബാധിപത്യത്തിൻ്റെയും പാർട്ടിയാണ്. രാജഭരണം രാജ്യത്ത് 1947 പലയിടത്തും അവസാനിച്ച് പിന്നീട് 56 വരെയൊക്കെ ഈ രാജ്യത്ത് പലയിടത്തും തുടർന്നിട്ടുണ്ട്. രാജാക്കന്മാർ രാജ്യം ഭരിക്കുന്നത് അവസാനിപ്പിച്ച് പിന്നെ കോൺഗ്രസിൻ്റെ രാജഭരണമായിരുന്നു എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് ഇന്നും കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ മക്കത്തായവും മരുമക്കത്തായവും വെച്ച് പുലർത്തുന്ന രാഷ്ട്രത്തെ കുടുംബത്തിൻ്റെ സമ്പത്തും കുടുംബത്തിൻ്റെ ഭദ്രതയും അരക്കിട്ട് ഉറപ്പിക്കാൻ വ്യഗ്രതയുള്ള കോൺഗ്രസ് ഒരിക്കലും എൻ്റെ ഒരു ചിന്തകളിലേ ഇല്ല. കാരണം എൻ്റെ ബോധ്യമെന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഓരോ മനുഷ്യൻ്റെയും സകലമാന മുന്നേറ്റങ്ങൾക്കും നന്മകൾക്കും ഉതകുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കണമെന്നാണ്. അത് ഞാൻ തിരഞ്ഞപ്പോൾ, അത് ഞാൻ ചിന്തിച്ചപ്പോൾ അത് BJP ആണ്. കാരണം ഏതെങ്കിലും ഒരാളുടെ മകനായതുകൊണ്ടോ മകളായതുകൊണ്ടോ ഏതെങ്കിലും ഒരു ജാതിയിലോ മതത്തിലോ ഭാഷയിലോ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളോ പണമോ ഉള്ളതുകൊണ്ട് BJPയിൽ ആർക്കും സ്ഥാനമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന രാജ്യത്തിൻ്റെ ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി ഏത് ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ ശ്രീമാൻ നരേന്ദ്രമോദിയെ പോലെയുള്ള സാധാരണയായിട്ടുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യർക്ക് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ വരെ എത്താൻ കഴിയുന്ന, ഈ രാജ്യത്തിന് നന്മ ചെയ്യാൻ കഴിയുന്ന പദവി എന്തെന്നുള്ളതല്ല, പ്രധാനമന്ത്രിയാകുമോ പ്രസിഡൻ്റ് ആകുമോ എന്നുള്ളതല്ല BJPയുടെ പ്രശ്നം. അവിടെ സാധാരണക്കാരന്, ഒരു ചായക്കടക്കാരന്, ഒരു ചായ വിൽപ്പനക്കാരന് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി മാറാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രതലം BJPക്ക് ഈ നാട്ടിലെ എല്ലാ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും മനുഷ്യർക്കും നൽകാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആ രാഷ്ട്രീയ പ്രതലം എന്ന് പറയുന്നത് അധികാര രാഷ്ട്രീയത്തിൻ്റെ അല്ല, അതൊരു സന്നദ്ധതയുടെയാണ്. ഞാൻ BJPയിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകത്തൊരു പോസിറ്റീവ് ഓറയുണ്ടെന്നുള്ളതാണ്. പരസ്പര സ്നേഹത്തിൻ്റെ, ഒരു ഐക്യത്തിൻ്റെ, പരസ്പരം BJP നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഏത് നേതൃത്വവും വളർന്നു വരുന്നതിൽ രാജ്യത്തിൻ്റെ പ്രധാന മുഖമായി മാറുന്നത് അതിനൊരു കോമ്പിനേഷനുണ്ട്. ഇപ്പം നരേന്ദ്രമോദിജിയെയും അമിത്ഷായൊക്കെ പോലെ എപ്പോഴും ഒരു കോമ്പിനേഷനുണ്ട്. പരസ്പരം സഹവർത്തിത്വവും പരസ്പരം സൗഹൃദവും സ്നേഹവും ഉള്ള ഒരു വലിയൊരു സംവിധാനമാണ് BJP. ഈ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഇഴയെടുപ്പമാണ് BJPയെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി, ഒരുപക്ഷെ ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായി ഇന്ന് മാറ്റിയത്. ഇപ്പോൾ 3ാമത്തെ വട്ടവും ഭാരതീയ ജനതാ പാർട്ടിക്കും നരേന്ദ്രമോദിജിക്കും വീണ്ടും ജനങ്ങൾ അധികാരത്തിൻ്റെ ആ ദണ്ട് നൽകി വീണ്ടും അധികാരത്തിലേക്ക് എത്തിച്ചത്. അത് ഈ മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ്. ഈ നന്മയുടെ ശരിയുടെ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി എൻ്റെ ജീവിതാവസാനം വരെ പ്രവർത്തിക്കും എന്നുള്ളതാണ് എനിക്ക് നാടിനോട് പറയാനുള്ളത്.